നടിയെ ആക്രമിച്ച കേസ് വിചാരണ നടത്തിയ കോടതിയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഒഴിഞ്ഞ ഒരു ഘട്ടവും ഉണ്ടായിരുന്നില്ല. അതിജീവിതയുടെ കോടതി മോശമായി പെരുമാറുന്നു എന്ന് തുടങ്ങി നടിയെ ആക്രമിച്ച പ്രതി പകർത്തിയ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അന്യായമായി കൈകാര്യം ചെയ്യപ്പെട്ടു എന്നതുവരെ അതീവ ഗൗരവവും ദാരുണവുമായ ഒട്ടേറെ ആരോപണങ്ങളാണ് പലപ്പോഴായി ഉയർന്നത്. രഹസ്യ വിചാരണ ആയിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും യഥാർത്ഥ വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നിട്ടില്ല. പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മാധ്യമങ്ങളുടെ ചോർത്തി പുറത്തുവിട്ട വിവരങ്ങൾ മാത്രമാണ് പൊതുമണ്ഡലത്തിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മുൻപൊരിക്കലും ഒരു കോടതിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്ര വലിയ ആക്രമണവും മാധ്യമ വിചാരണയുമാണ് ഹണി എം വർഗീസ് എന്ന ജുഡീഷ്യൽ ഓഫീസർ നേരിടേണ്ടി വന്നത്. തിങ്കളാഴ്ച വിധി പറഞ്ഞ ശേഷം ഇത് കൂടുതൽ രൂക്ഷമായി തുടരുകയുമാണ്. ഇതിനൊപ്പമാണ് കോടതിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അതിഗുരുതരമായ മറ്റൊരു ആരോപണം ഊമക്കത്തിൻ്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിധം നാഥനില്ലാത്ത ആരോപണങ്ങൾ ആയതുകൊണ്ട് തന്നെ തൽക്കാലം അവയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. അത് നിലവിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയിലാണ് എന്ന് മാത്രം പറയാം. ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായിക്കാണ് ഈ കത്ത് കിട്ടുന്നത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയുന്നതിന് കൃത്യം 2 ദിവസം മുൻപ് രജിസ്റ്റേർഡ് പോസ്റ്റായാണ് ഇത് കിട്ടിയെന്ന് അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റിനോട് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച പറയാനിരിക്കുന്ന വിധി എങ്ങനെയാകും എന്നതിന് കൃത്യമായ സൂചനകളാണ് ഈ ശനിയാഴ്ച ലഭിച്ച കത്തിലുള്ളത്. അതിനനുബന്ധമായി ചില കടുത്ത ആരോപണങ്ങളും ആണ് ഉന്നയിച്ചിട്ടുള്ളത്. ഊമക്കത്താണെങ്കിലും ഗുരുതര സ്വഭാവമുള്ള വിവര ചോർച്ച എന്ന നിലയിൽ അതിൽ പറയുന്ന കാര്യത്തെക്കുറിച്ചും പേര് പരാമർശിക്കപ്പെട്ടുള്ള ആളുകളെ സംബന്ധിച്ചും അന്വേഷണം ആവശ്യമാണെന്നാണ് ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചിരിക്കുന്നത്. ദിലീപിനെ വിട്ടയച്ചുകൊണ്ട് വിചാരണ കോടതി വിധി പറഞ്ഞ തിങ്കളാഴ്ച തന്നെയാണ് കത്ത് ഫോർവേഡിംഗ് നോട്ടീസ് സഹിതം ചീഫ് ജസ്റ്റിസിന് അയച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അന്വേഷണമോ മറ്റെന്ത് തുടർ നടപടി ഉണ്ടായാലും അത് ജുഡീഷ്യറിയെ ആകെ ബാധിക്കുന്ന ഗുരുതരമായ വിവാദമായി അടുത്ത ദിവസങ്ങളിൽ മാറാനാണ് സാധ്യത.